24 വാർത്തയിൽ നമുക്ക് വിശദമായി പരിശോധിക്കാം റിപ്പോർട്ടുകൾ, പ്രതികരണങ്ങളൊക്കെ. കോവിഡ് മരണപ്പട്ടികയിൽ ആരെങ്കിലും ഉൾപ്പെടാതെ പോയെങ്കിൽ പരിശോധിക്കുമെന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ന് പറഞ്ഞത്. മരണക്കണക്ക് സംബന്ധിച്ച് അപാകതയുണ്ടെങ്കിൽ പരിഹരിക്കപ്പെടണം. സഹായം എല്ലാവർക്കും ലഭ്യമാകണമെന്നാണ് ആഗ്രഹം. മാനദണ്ഡം നിശ്ചയിച്ചത് കേന്ദ്ര സർക്കാരാണെന്നും ആരോഗ്യമന്ത്രി ഇന്ന് പറഞ്ഞു. നമ്മുടെ ആളുകൾക്ക്, ജനങ്ങൾക്ക് ഇത് സംബന്ധിച്ചിട്ടുള്ള സഹായം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പരമാവധി പരിശ്രമങ്ങൾ നമ്മൾ ഉറപ്പാക്കും. അതിനുവേണ്ടി ഏത് രീതിയിലാണ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് സംബന്ധിച്ച് പരമാവധി ഇടപെടൽ അതിലുണ്ടാകും. ഇനി മുൻപ് ഏതെങ്കിലും കേസസ് അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും കേസസ് ഈ കോവിഡ് ഡെത്തായി കോവിഡ് അല്ലാതെ പോയിട്ടുണ്ടെങ്കിൽ, ആ പരാതി ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ആ ഇൻഡിവിജ്വൽ കേസസ് നമ്മൾ പരിശോധിച്ച് അതിൽ പരിഹാരം കാണുന്നതാണ്. ഇപ്പൊ ഈ ഗൈഡ് ലൈൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മളിത് നിശ്ചയിച്ചിട്ടുള്ളത്. ഇപ്പോൾ നിലവിലെ കേസിന്റെയും ഉൾപ്പെടെ സാഹചര്യത്തിൽ ഈ മാനദണ്ഡങ്ങളിൽ ഗൈഡ് ലൈൻസ് മാറ്റണം എന്നുള്ളത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അതിൽ നിർദ്ദേശം ഉണ്ടാകുകയാണെങ്കിൽ നമുക്കത് പരിശോധിക്കാവുന്നതാണ്. അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. മാനദണ്ഡങ്ങൾ പൂർണ്ണമായും ലംഘിച്ചാണ് കേരളം കോവിഡ് മരണപ്പട്ടിക തയ്യാറാക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു. മരണം കുറച്ചു കാണിക്കാൻ ഗൂഢാലോചന നടന്നു. ആരോഗ്യമന്ത്രി ICMR മാർഗനിർദ്ദേശത്തിന്റെ കവർ പേജ് നോക്കിയാൽ പോരെന്നും വി ഡി സതീശൻ ഇന്ന് കുറ്റപ്പെടുത്തി. സംസ്ഥാനത്ത് മരണനിരക്ക് കുറച്ചു കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ആ ഗൂഢാലോചന പുറത്തു വരും എന്നുള്ള ഭയമാണ് ഇപ്പോൾ മന്ത്രിയെ ഭരിക്കുന്നത്. ഗവൺമെൻറ് എല്ലാ ജില്ലാ കളക്ടർമാർക്കും നിർദ്ദേശം കൊടുത്ത് ICMRൻ്റെ ഗൈഡ് ലൈൻ അനുസരിച്ച് കോവിഡിൻ്റെ 1ാം വരവിലും 2ാം വരവിലും ഉണ്ടായ മരണങ്ങൾ കോവിഡ് മൂലമാണോ അല്ലയോ എന്ന് പരിശോധിക്കണം. സർക്കാരിന് മേനി നടിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു വിദഗ്ധ സമിതിയെ വച്ച് ഈ മരണനിരക്ക് മാനിപ്പുലേറ്റ് ചെയ്ത് അത് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. മന്ത്രി ICMRൻ്റെ ഗൈഡ് ലൈനിൻ്റെ കവർ പേജ് മാത്രം നോക്കിയാൽ പറയണം, അകത്തേക്കൊന്ന് നോക്കണം. അകത്ത് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ പറയുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് അൽ-അമീൻ നൽകും. അൽ-അമീൻ, ഭരണപ്രതിപക്ഷ വാക്പോര് തുടരുന്നു. ആരോഗ്യമന്ത്രിയുടെ വിശദീകരണം, തൊട്ടു പിന്നാലെ പ്രതിപക്ഷ നേതാവിന്റെ അതിനുള്ള മറുപടി, അതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി അറിയേണ്ടത് മറ്റു സംസ്ഥാനങ്ങൾ സ്വീകരിച്ചതുപോലെ ഒരു ഡെത്ത് ഓഡിറ്റിന് സംസ്ഥാന സർക്കാർ തയ്യാറാകുമോ? ഇനിയും കൂട്ടിച്ചേർക്കപ്പെടാതെ കിടക്കുന്ന മരണങ്ങൾ ഉണ്ടാകാം. അതിനർഹരായവർ അതിൽ എങ്ങനെ തങ്ങളുടെ പേരുണ്ട് എന്നുള്ളത് അവരുടെ കുടുംബാംഗങ്ങൾ എങ്ങനെ മനസ്സിലാക്കും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ബാക്കിയാണ്. ഇപ്പോൾ എന്തൊക്കെയാണ് ആരോഗ്യവകുപ്പിന്റെ ആലോചനയിൽ അല്ലെങ്കിൽ പരിഗണനയിൽ ഉള്ളത്? ബോധപൂർവം കോവിഡ് മരണങ്ങൾ സർക്കാർ മറച്ചുവെച്ചിട്ടില്ല. അങ്ങനെ മറച്ചുവെക്കേണ്ട കാര്യം സർക്കാരിനില്ല എന്നുള്ളതാണ് ആരോഗ്യമന്ത്രിയുടെ വിശദീകരണം. മാത്രമല്ല, ഈ മരണം സ്ഥിരീകരിക്കുന്നത് ലോകാരോഗ്യ സംഘടനയുടെയും ICMRന്റെയും മാർഗനിർദ്ദേശങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ്. അതിനപ്പുറത്തേക്കൊരു തീരുമാനം സർക്കാരിന് കൈക്കൊള്ളാൻ സാധ്യമല്ല. ഈ മാർഗനിർദ്ദേശങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള അപാകതകൾ ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് ആ മാർഗനിർദ്ദേശങ്ങൾ നിശ്ചയിക്കുന്നത് സർക്കാരല്ല, അത് വിദഗ്ധ സമിതിയാണ്. ലോകാരോഗ്യ സംഘടനയോ ICMRോ അത്തരത്തിൽ മാർഗനിർദ്ദേശങ്ങളിൽ മാറ്റം വരുത്തിയാൽ അത് പിന്തുടരുന്നതിന് സംസ്ഥാന സർക്കാരിന് യാതൊരു തടസ്സവുമില്ല എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി ആവർത്തിക്കുന്നത്. മാത്രമല്ല, ഏതെങ്കിലും മരണം കോവിഡ് പട്ടികയിൽ ഉൾപ്പെടാതെ പോയിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് പരാതി നൽകാം. പരാതി ലഭിച്ചാൽ പരിശോധിച്ച് നടപടിയെടുക്കുമെന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് ചൂണ്ടിക്കാട്ടുന്നത്. മാത്രമല്ല, അത്തരത്തിൽ ഒരു പരാതിയും നിലവിൽ ആരോഗ്യവകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, പരാതികളായി വന്നിട്ടുമില്ല. ഏതു തരത്തിൽ പരാതി അറിയിക്കുമെന്നുള്ള ചോദ്യത്തിന് മറുപടി പറഞ്ഞത്, അതിനുവേണ്ടി ആളുകൾക്ക് ഓഫീസുകൾ കയറിയിറങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടാകില്ല. കത്തായോ ഇമെയിൽ മുഖേനയോ പരാതി അറിയിച്ചാൽ പോലും അത് പരിഗണിക്കും, പരിശോധിക്കുമെന്നുള്ള ഉറപ്പാണ് ആരോഗ്യവകുപ്പ് മന്ത്രി പറയുന്നത്. ഇക്കാര്യത്തിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനുള്ളൊരു തീരുമാനം തന്നെയാണ് പ്രതിപക്ഷം കൈക്കൊണ്ടിട്ടുള്ളത്. ആനുകൂല്യത്തിന് പുറത്ത് അർഹരായ നിരവധി ആളുകൾ പോകുമെന്നുള്ളതാണ് പ്രതിപക്ഷം ആയുധമായി ചൂണ്ടിക്കാട്ടുന്നത്. സർക്കാർ പറയുന്നത് പക്ഷേ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അർഹതപ്പെട്ടവർക്ക് ആനുകൂല്യം നിഷേധിക്കുന്ന ഒരു സാഹചര്യം അത് ഉണ്ടാകാതിരിക്കാൻ പരമാവധി ഇടപെടൽ ആരോഗ്യവകുപ്പ് നടത്തുമെന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അങ്ങനെ പറയുമ്പോഴും നിരവധി ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ ആരോഗ്യവകുപ്പിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല കേന്ദ്രങ്ങളിലും സംസ്കരിച്ച എണ്ണം നോക്കുമ്പോൾ ആരോഗ്യവകുപ്പ് നൽകുന്ന എണ്ണം വ്യത്യസ്തമാണ്. പല ജില്ലകളിലും ഇപ്പോൾ ജില്ലാ തലത്തിലാണ് ഈ മരണം സംബന്ധിച്ചുള്ള കണക്കുകൾ ഓഡിറ്റ് ചെയ്ത് സർക്കാരിനേക്ക് അറിയിക്കുന്നത്. അത്തരത്തിൽ ജില്ലാ ഭരണകൂടങ്ങളും ജില്ലാതല DMO ലെവൽ നടക്കുന്ന കണക്കുകളും ഒന്ന്, സർക്കാരിന് പക്കലുള്ള കണക്ക് മറ്റൊന്ന് എന്ന നിലയിലുള്ള ഒരു ആശയക്കുഴപ്പവും നിലനിൽക്കുന്നുണ്ട്. അത് സംബന്ധിച്ചുള്ള ചോദ്യത്തിന് മന്ത്രി പറഞ്ഞത്, ഈ സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് സംസ്കരിക്കുന്ന മരണങ്ങളെല്ലാം കോവിഡ് മരണമായി പരിഗണിക്കാനാകില്ല. അതിന് കാരണമായി മന്ത്രി ചൂണ്ടിക്കാട്ടിയത്, കോവിഡ് ബാധിച്ച ഒരാൾ ഒരു അപകടത്തിൽ മരിച്ചാൽ അദ്ദേഹത്തിന്റെ സംസ്കാരവും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചായിരിക്കും. അതിന് പക്ഷേ കോവിഡ് പട്ടികയിൽ ഉൾപ്പെടുത്താനാവില്ല. ആ വിധത്തിൽ കണക്കുകളിൽ ഒരു കോൺട്രഡിക്ഷൻ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. മാത്രമല്ല,
ആശുപത്രികളിലും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവും നൽകുന്ന കണക്ക്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ജില്ലാ ഭരണകൂടം നൽകുന്ന ഒരു കണക്കും സർക്കാരിന്റെ പക്കലുള്ള കണക്കും രണ്ടായിരിക്കാം. അതിന് കാരണമായ ഒരു സാധ്യതയായി മന്ത്രി ചൂണ്ടിക്കാട്ടുന്നത് കൊല്ലം, പത്തനംതിട്ട ഉൾപ്പെടെയുള്ള മറ്റു ജില്ലകളിൽ, സമീപ ജില്ലകളിൽ നിന്നുള്ള ആളുകളും ഒരുപക്ഷെ തിരുവനന്തപുരത്ത് വന്ന് ചികിത്സ തേടാം, അങ്ങനെ മരണം സംഭവിക്കാം. ആശുപത്രികൾ അത് കണക്കിൽ കൂട്ടും. പക്ഷേ ജില്ലയിൽ നിന്നുള്ള മരണങ്ങളായിരിക്കും സർക്കാരിന്റെ കണക്കിൽ നിന്നൊരു വിശദീകരണമാണ് മന്ത്രി നൽകുന്നത്. ഇത്തരത്തിൽ കണക്കുകളിലുള്ള വലിയ പൊരുത്തക്കേടുകളുണ്ട്. അതുതന്നെയാണ് പ്രതിപക്ഷം പ്രധാന ആയുധമാക്കി ഉയർത്തുന്നത്. ശരി, വ്യക്തമാണ് അല്ലമീൻ. നമുക്ക് ഇനി അറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ചും ഈ സർക്കാർ വെബ്സൈറ്റിലേക്ക് പോകുമ്പോൾ ആളുകൾക്ക് കൃത്യമായി തങ്ങളുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവർ ഈ ഒരു കോവിഡ് മരണ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആ പേര് വിവരങ്ങൾ അടക്കം പ്രസിദ്ധീകരിക്കേണ്ടതുണ്ട്. പേര് വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ നിർത്തിയതാണ്. ഇപ്പോൾ മരിച്ച ആളുടെ ജില്ല, സ്ത്രീയോ പുരുഷനോ അല്ലെങ്കിൽ എത്ര പ്രായമായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതിലൊക്കെ ഒരു വ്യക്തത വേണമെന്നുള്ള ആവശ്യം ഒരു ഭാഗത്ത് നിന്ന് ഉയരുന്നുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ കാണണം. നമുക്ക് ജില്ല തിരിച്ച് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന കോവിഡ് മരണ പട്ടിക നമ്മൾ പരിശോധിച്ചാൽ അതിനൊരു കുറച്ചുകൂടി ഒരു വ്യക്തത വരും. തിരുവനന്തപുരം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ മരണം ഈ ഒരു കോവിഡ് കാലത്ത് നമ്മൾ കണ്ടത്. ഔദ്യോഗിക കോവിഡ് കണക്കിൽ പെടാത്ത മരണം കൂടുതലായി നടക്കുന്നു എന്ന്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്നുവെന്ന് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുമ്പോൾ നമ്മുടെ പക്കലുള്ള കണക്ക് ഇങ്ങനെയാണ്. തിരുവനന്തപുരത്ത് 2792 പേരാണ് കോവിഡ് മൂലം മരിച്ചത്. തൃശൂരിൽ 1387, കോഴിക്കോട്ട് 1329. ഇടുക്കി ജില്ലയിലാകട്ടെ 142 മരണം മാത്രമാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥ കണക്ക് ഇതാണോ അതോ ഒരു ഡെത്ത് ഓഡിറ്റിലേക്ക് കാര്യങ്ങൾ പോകണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നമുക്ക് ഇനി കോവിഡ് ഡെത്ത് ഓഡിറ്റ് എന്ന് വെച്ചാൽ കോവിഡ് മൂലം എന്ന് സ്ഥിരീകരിച്ച് പട്ടികയിലേക്ക് ഉൾപ്പെടാത്ത മരണങ്ങൾ ഇതുപോലെ ക്ലെയിമുമായി ആളുകൾ മുന്നോട്ടേക്ക് വരുമ്പോൾ അതിന്മേലൊരു ഓഡിറ്റിലേക്ക് പോകേണ്ടി വരും. കോടതി ഇടപെടലിലൂടെ പല സംസ്ഥാനങ്ങളും ഇതിനകം തന്നെ ഡെത്ത് ഓഡിറ്റ് നടത്തിക്കഴിഞ്ഞു. ആ സംസ്ഥാനങ്ങളിലെ കണക്ക് നമുക്കൊന്ന് നോക്കാം. മരണക്കണക്കിലേക്ക് കൂടുതലായി കൂട്ടിച്ചേർക്കലുകൾ അവർ വരുത്തിയിട്ടുണ്ട്. മറ്റു ചില സംസ്ഥാനങ്ങൾ സമാന വഴിയിൽ ഇപ്പോൾ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇതുവരെ രേഖപ്പെടുത്തിയ മരണ കണക്കിലേക്ക് കൂടുതലായി കൂട്ടിച്ചേർത്ത് വച്ചിരിക്കുന്നത് മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്ര 15,000 പേരുടെ പേരുകൾ കൂടി ഒരു പട്ടികയിലേക്ക് ഡെത്ത് ഓഡിറ്റ് നടത്തണമെന്നുള്ള കോടതിയുടെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് 15,000 പേരുടെ പേര് കൂടി ഈ ഡെത്ത് ഓഡിറ്റ് വഴി മരണക്കണക്കിലേക്ക് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ബീഹാറിൽ ഒറ്റ ദിവസം തന്നെ വലിയ ഒരു കണക്കിലേക്ക്, അതായത് പ്രതിദിനം 15ഉം 30ഉം ഒക്കെ ആയിരുന്നു കണക്കെങ്കിൽ ഒരു ദിവസം പെട്ടെന്ന് ഒരു വലിയ കണക്കിലേക്ക് ബീഹാർ പോകുന്നത് നമ്മൾ 2 ആഴ്ചയ്ക്ക് മുൻപ് കണ്ടതാണ്. ബീഹാറിൽ ഇപ്പോൾ 3951 പേരുടെ മരണം കൂടി ഈ ഒരു പട്ടികയിലേക്ക് ഡെത്ത് ഓഡിറ്റ് നടത്തിയപ്പോൾ അവർക്ക് കൂട്ടിച്ചേർക്കേണ്ടി വന്നു. ഉത്തരാഖണ്ഡിലാകട്ടെ വിട്ടുപോയ പേരുകൾ അവർക്ക് കൂട്ടിച്ചേർക്കേണ്ടി വന്നു. അത് 868 ഒപ്പം ഡെത്ത് ഓഡിറ്റ് വഴി 60 പേരുടെ പേരുകളും അവർക്ക് കൂട്ടിച്ചേർക്കേണ്ടി വന്നു. മധ്യപ്രദേശിലാകട്ടെ താരതമ്യേന വളരെ കൃത്യമായ രീതിയിലായിരുന്നു അവർ ഈ മരണ കണക്കുകൾ രേഖപ്പെടുത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതലായി ചേർക്കേണ്ടി വന്നത് 185 പേരുകൾ മാത്രമാണ്. സമാന രീതിയിൽ കേരളത്തിലും ഒരു ഡെത്ത് ഓഡിറ്റ് വേണ്ടേ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു നിൽക്കുന്നത്. പ്രതിപക്ഷമടക്കം ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വേണമെന്ന് ആവശ്യപ്പെടുന്നുമുണ്ട്. എന്തായാലും പരാതികൾ പരിഹരിക്കും, പരിശോധിക്കുമെന്നുള്ള ഉറപ്പാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ന് നൽകിയത്. നമുക്ക് രാജ്യത്തെ കോവിഡ് സാഹചര്യത്തിലേക്ക് വളരെ പെട്ടെന്ന് പോകാം. രാജ്യത്തെ പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം ഇന്നും 1,00,000-ന് താഴെയാണ്. ആകെ മരണം 4 ലക്ഷം കടന്ന ദിവസമാണ് ഇന്നത്തേത്. രോഗവ്യാപനം രൂക്ഷമായ കേരളം ഉൾപ്പെടെയുള്ള 6 സംസ്ഥാനങ്ങളിലേക്ക് വീണ്ടും കേന്ദ്ര സംഘം എത്തുമെന്നുള്ള വിവരവും ഇന്ന് വന്നു. 46,617 പേർക്ക് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ കോവിഡ് സ്ഥിരീകരിച്ചു. 853 പേർക്ക് ജീവൻ നഷ്ടമായി. 97% രോഗമുക്തി നിരക്ക് ഉയർന്നു. മരണസംഖ്യ 4 ലക്ഷം കടക്കുന്ന മൂന്നാമത്തെ രാജ്യമാണ് ഇന്ത്യ. മരണസംഖ്യ 3 ലക്ഷത്തിൽ നിന്നും 3 ലക്ഷമായത് 15 ദിവസം കൊണ്ടാണെങ്കിൽ 3 ലക്ഷത്തിൽ നിന്നും 4 ലക്ഷമായത് 24 ദിവസം കൊണ്ടാണ്. പ്രതിവാര മരണസംഖ്യ കുറയുന്ന കണക്കാണിത്. നിലവിൽ കേരളം, തമിഴ്നാട്, മഹാരാഷ്ട്ര എന്നീ 3 സംസ്ഥാനങ്ങളിലാണ് പ്രതിദിനം 100-ലധികം മരണം റിപ്പോർട്ട് ചെയ്യുന്നത്. രോഗവ്യാപനം ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിലാണ് കേരളം, അരുണാചൽ പ്രദേശ്, ത്രിപുര, മണിപ്പൂർ, ഒഡീഷ, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിൽ കേന്ദ്ര വിദഗ്ധ സംഘം എത്തുന്നത്. TPR ഉയർന്നു നിൽക്കുന്ന മേഖലകളാകും സംഘം സന്ദർശിക്കുക. നിയന്ത്രണ നടപടികൾ വിദഗ്ധ സംഘം വിലയിരുത്തും. 24 ഡൽഹി. കോവിഡ് വ്യാപനത്തിൽ ഇപ്പോൾ ഇന്ത്യയിൽ മുന്നിൽ നിൽക്കുന്നത് കേരളമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെ കണക്കുകൾ സൂചിപ്പിക്കുമ്പോൾ ഇക്കാര്യം പ്രേക്ഷകരോട് ഞങ്ങൾ പങ്കുവച്ചിരുന്നു. കോവിഡ് വ്യാപനം തടയാൻ കേരളത്തിൽ നിന്ന് യാത്രാ നിയന്ത്രണം കർശനമാക്കി കർണാടകം എന്നുള്ളതാണ് ഇന്നത്തെ വാർത്ത. അതിർത്തി കടക്കാൻ 1 ഡോസ് വാക്സിൻ എടുത്ത സർട്ടിഫിക്കറ്റോ 72 മണിക്കൂറിനുള്ളിൽ എടുത്ത RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റോ വീണ്ടും നിർബന്ധമാക്കിയിട്ടുണ്ട്. പരിശോധനയ്ക്കായി കൂടുതൽ ഉദ്യോഗസ്ഥരെയും അതിർത്തിയിൽ വിന്യസിച്ചു. അതിതീവ്ര സ്വഭാവമുള്ള കോവിഡ് വകഭേദമായ ഡെൽറ്റ പ്ലസ് വൈറസുകളുടെ സാന്നിധ്യം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തതോടെയാണ് അതിർത്തിയിൽ കർണാടക പരിശോധന ശക്തമാക്കിയത്. ദക്ഷിണ കന്നഡ, കുടക്, മൈസൂരു, ചാമരാജനഗർ ജില്ലകളുടെ കേരള അതിർത്തിയിൽ പരിശോധനകൾ കർശനമാക്കാൻ കർണാടക സർക്കാർ ഇന്നലെ ഉത്തരവിറക്കി. അതിർത്തി കടക്കാൻ 72 മണിക്കൂറിനുള്ളിൽ എടുത്ത RT-PCR പരിശോധനാ രേഖയോ 1 ഡോസ് കോവിഡ് വാക്സിൻ എടുത്ത സർട്ടിഫിക്കറ്റോ നിർബന്ധമാക്കി.
അതിർത്തികളിൽ പരിശോധനയ്ക്കായി കൂടുതൽ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചു. വ്യോമ, റെയിൽ, റോഡ് ഗതാഗത മാർഗങ്ങളിലൂടെ കർണാടകയിൽ എത്തുന്നവരുടെ രേഖകൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നിർബന്ധമായി പരിശോധിക്കണമെന്നും കർണാടക ചീഫ് സെക്രട്ടറി ഇന്നലെ ഇറക്കിയ ഉത്തരവിൽ പറയുന്നു. ഇതുപ്രകാരം അതിർത്തികളിൽ ഇന്ന് രാവിലെ മുതൽ വാഹനങ്ങൾ തടഞ്ഞ് പരിശോധന തുടങ്ങി. തലപ്പാടി അതിർത്തിയിൽ കോവിഡ് പരിശോധനയ്ക്കുള്ള സൗകര്യം കർണാടക ഒരുക്കിയിട്ടുണ്ട്. ആരോഗ്യ പ്രവർത്തകർക്കും വിദ്യാഭ്യാസ വാണിജ്യ ആവശ്യങ്ങൾക്കായി ദിവസേന കർണാടകത്തിലേക്ക് യാത്ര ചെയ്യുന്നവർക്കും ഇളവുകൾ അനുവദിച്ചിട്ടുണ്ട്. ഇത്തരം വിഭാഗത്തിലുള്ളവർ 15 ദിവസത്തിനിടയിലുള്ള കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതിയാൽ മതിയാകും. എബിൻ ജോസ്, 24, കാസർഗോഡ്. ഇനി നമ്മൾ രാജ്യതലസ്ഥാനമായ ഡൽഹിയിലേക്ക് പോകുന്നു. കേന്ദ്ര മന്ത്രിസഭയിൽ 30ഓളം മന്ത്രിമാർ അധികമായി എത്തുമെന്നുള്ള സൂചനയാണ് വരുന്നത്. വി മുരളീധരന് സ്വതന്ത്ര ചുമതല നൽകുന്നതും പരിഗണിക്കുന്നുണ്ട്. ടൂറിസം വകുപ്പിന്റെ സ്വതന്ത്ര ചുമതലയിലാണ് പരിഗണിക്കുന്നത്. വിദേശകാര്യ വകുപ്പ് നിലനിർത്തിക്കൊണ്ടാകും ടൂറിസം വകുപ്പിന്റെ സ്വതന്ത്ര ചുമതല നൽകുക. നിലവിലുള്ള മന്ത്രിമാരിൽ ആരെയൊക്കെ ഒഴിവാക്കണമെന്നതിൽ അന്തിമ തീരുമാനം പ്രധാനമന്ത്രിയായിരിക്കും സ്വീകരിക്കുക. പാർട്ടി ചുമതലകളിലേക്ക് മടങ്ങാനുള്ള നിർദ്ദേശമുണ്ടായിരുന്നു. അതിന് മുതിർന്ന മന്ത്രിമാർ താൽപര്യം കാട്ടിയില്ല എന്നുള്ള വിവരവും വരുന്നുണ്ട്. ആർ രാധാകൃഷ്ണൻ നൽകും കൂടുതൽ വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന്. ആർ രാധാകൃഷ്ണൻ, മന്ത്രിസഭാ പുനഃസംഘടനയിൽ ഒഴിവാക്കപ്പെടുന്ന പേരുകളോടൊപ്പം തന്നെ പുതുമുഖങ്ങളിൽ ആരൊക്കെ ഇതിലേക്ക് വരുന്നു എന്നുള്ളതും ഏറെ നിർണായകമാണ്. നിലവിൽ നടക്കുന്ന ചർച്ചകളിൽ നിന്ന് പുറത്തുവരുന്ന സൂചനകൾ എങ്ങനെയാണ്? സുജയ, വ്യത്യസ്തമായിട്ടുള്ള പേരുകൾ പുറത്തു വരുന്നുണ്ട്. പല സംസ്ഥാന ഘടകങ്ങളുടെ ഭാഗമായിട്ടും ചില നിർദ്ദേശങ്ങളും താല്പര്യങ്ങളുമുണ്ട്. ഇവയെല്ലാം നേരത്തെ തന്നെ പരിഗണിച്ചിരുന്നു. ഇതൊരു ലിസ്റ്റായി ഇപ്പോൾ മാറിയിട്ടുണ്ട്. പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം മന്ത്രിമാരുടെ യോഗം വിളിച്ചിരുന്നു. എല്ലാ മന്ത്രിമാരെയും കണ്ട പ്രധാനമന്ത്രി ഇതുവരെയുള്ള സാഹചര്യങ്ങൾ വിശദീകരിക്കുകയും ഇനി തന്റെ മന്ത്രിസഭ ഏതു വിധത്തിൽ പ്രവർത്തിക്കണം എന്ന് ഉള്ള ഒരു നിർദ്ദേശം അറിയിക്കുകയുമാണ് ചെയ്തിരുന്നത്. ഒപ്പം മന്ത്രിമാരിൽ ചിലർക്ക് പാർട്ടി ചുമതലകളിലേക്ക് മടങ്ങാനുള്ള അവസരമുണ്ടെന്നും അതിന് താല്പര്യമുള്ളവർ പാർട്ടി നേതൃത്വത്തെ അറിയിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിലുള്ള പാർട്ടി ചുമതലകൾ ഏറ്റെടുത്ത് മടങ്ങാനായിട്ടുള്ള താല്പര്യം കേന്ദ്രമന്ത്രിമാരിൽ ആരും പ്രദർശിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മുതിർന്ന കേന്ദ്രമന്ത്രിമാരിൽ ആരെയൊക്കെ ഒഴിവാക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇനി പ്രധാനമന്ത്രി ആയിരിക്കും തീരുമാനം കൈക്കൊള്ളുക. നിലവിലുള്ള സാഹചര്യത്തിൽ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിമാരിൽ ചിലരെ കേന്ദ്രമന്ത്രിസഭയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഇതിന്റെ ഒരു അടിസ്ഥാനത്തിൽ മുതിർന്ന മന്ത്രിമാരിൽ ചിലർക്ക് മന്ത്രിസഭയിൽ നിന്നും വിടേണ്ടി വരും, പാർട്ടിയിലേക്ക് മടങ്ങേണ്ടി വരും. ഇത് പ്രധാനമന്ത്രി തീരുമാനിക്കും. ഒപ്പമാണ് ഇപ്പോൾ ഏതാണ്ട് നിലവിൽ 51 മന്ത്രിമാരാണ് മന്ത്രിസഭയുടെ ഭാഗമായിട്ട് ഉള്ളത്. ഇത് 79 വരെ ആകാം. ഏതാണ്ട് 28-നും 30-നും ഇടയിൽ മന്ത്രിമാരാകും അധികമായിട്ട് മന്ത്രിസഭയിൽ എത്തുക എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇതനുസരിച്ചുകൊണ്ട് വിവിധ പേരുകൾ പരിഗണിക്കപ്പെടുന്നുണ്ട്. ഇതിൽ ഏറ്റവും അവസാനമായി നമുക്ക് ഈ ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിലുള്ള സഹമന്ത്രിമാരിൽ ചിലരെ സ്വതന്ത്ര ചുമതലയിലേക്ക് നിയോഗിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നതാണ്. ഇതിൽ വി മുരളീധരന്റെ പേരും പരിഗണിക്കപ്പെടുന്നുണ്ട് എന്നാണ് അറിയുന്നത്. ഈ ടൂറിസം വകുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചുമതലയായിരിക്കും വി മുരളീധരൻ ലഭിക്കുക എന്ന സൂചന ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ഏതായാലും 19-ാം തീയതി ജൂലൈ 19-ന് പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുകയാണ്. അതിന് മുൻപായി തന്നെ ഈ നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഏതായാലും സാധാരണഗതിയിൽ അത്തരത്തിൽ ഒരു മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാവുകയാണെങ്കിൽ ഒരു 7 ദിവസം മുമ്പെങ്കിലും മന്ത്രിസഭാ പുനഃസംഘടന നടക്കണം. അതുകൊണ്ട് തന്നെ വളരെ അടുത്ത ദിവസം തന്നെ ഈ മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാകും എന്നാണ് ഇപ്പോൾ അറിയുന്നത്. ഓക്കെ, ആർ രാധാകൃഷ്ണൻ, നമ്മുടെ പ്രേക്ഷകർ ആ പേരുകൾക്കായി ആകാംക്ഷയുടെ കാത്തിരിക്കുന്നുണ്ട്. വരും മണിക്കൂറുകളിലെ ബുള്ളറ്റിനുകളിൽ നമ്മുടെ പ്രേക്ഷകരിലേക്ക് കൂടുതൽ വിശദാംശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ആർക്കെ എത്തിക്കും. ഇപ്പോൾ നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. ഐഷ സുൽത്താനയ്ക്കെതിരായ രാജ്യദ്രോഹ കേസ് റദ്ദാക്കാനാവില്ലെന്ന് ഹൈക്കോടതി. അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന ഐഷയുടെ ആവശ്യം കോടതി തള്ളി. കേസ് അന്വേഷണത്തിന് സമയം കൊടുക്കേണ്ടി വരുമെന്ന് കോടതി അറിയിച്ചു. അന്വേഷണ പുരോഗതി അറിയിക്കാൻ ദ്വീപ് ഭരണകൂടത്തിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. എസ് ശ്രീകാന്ത് നൽകും കൂടുതൽ വിവരങ്ങൾ. ശ്രീകാന്ത്, അന്വേഷണം നടക്കുന്നതേയുള്ളൂ, ഒരു വ്യക്തത അതിൽ വരേണ്ടതുണ്ട്. ഇപ്പോൾ കോടതിയും സമാനമായ ഒരു നിലപാട് സ്വീകരിച്ചു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? സുജയ, അഡ്വക്കേറ്റ് കെ അക്ബർ മുഖേനയാണ് ഐഷ സുൽത്താന ഇന്ന് ഹൈക്കോടതിയെ സമീപിച്ചത്. കേസ് പരിഗണിച്ച കോടതി ഐഷ സുൽത്താനയുടെ ആവശ്യം തള്ളുകയാണ് ഉണ്ടായത്. കേസ് പ്രാരംഭഘട്ടത്തിൽ റദ്ദാക്കാനാകില്ലെന്ന് ഇന്ന് കോടതി ചൂണ്ടിക്കാട്ടി. അന്വേഷണത്തിന് ഇനിയും സമയം കൊടുക്കേണ്ടി വരും. അന്വേഷണം സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ച കോടതി ഈ ലക്ഷദ്വീപ് ഭരണകൂടത്തോട് ഇതിന്റെ അന്വേഷണത്തിന്റെ പുരോഗതി അറിയിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കാനും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല, അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണെന്നും ഐഷ സുൽത്താനയുടെ ഹർജി അടിയന്തരമായി തള്ളണമെന്നും ഇന്ന് കേന്ദ്ര സർക്കാരും ഹൈക്കോടതിയിൽ അറിയിക്കുകയുണ്ടായി. തനിക്കെതിരായ രാജ്യദ്രോഹ കേസ് അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഫയൽ ഇട്ടിട്ടുള്ള FIR ഇതെല്ലാം റദ്ദാക്കണമെന്നായിരുന്നു ഈ ആവശ്യം. ഇവർ പറയുന്നത് തന്റെ വിമർശനങ്ങൾ ഏതെങ്കിലും തരത്തിൽ കലാപങ്ങൾക്കോ മറ്റോ വഴിതെളിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ രാജ്യദ്രോഹ വകുപ്പ് ചുമത്തി കേസെടുത്തത് നിലനിൽക്കില്ല എന്നും ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷേ ഇതെല്ലാം കോടതി തള്ളി.
ശേഷം ആയിഷ സുൽത്താനയുടെ കേസ് പിന്നീട് പരിഗണിക്കാനായി മാറ്റുകയും ചെയ്തു. This is 24 from Flowers Group. ഡ്രോൺ ഭീഷണിക്കെതിരെ നിലപാട് കടുപ്പിക്കുകയാണ് ഇന്ത്യ. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകും. അതിനു മുൻപ് ഒരു റിപ്പോർട്ട് കൂടി. ജമ്മുകശ്മീരിലെ പുൽവാമയിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ ഒരു സൈനികന് വീരമൃത്യു. സൈന്യത്തിന്റെ പ്രത്യാക്രമണത്തിൽ ഒരു ഭീകരൻ കൊല്ലപ്പെട്ടു. ശേഷിച്ച ഭീകരരെ പിടികൂടാൻ സൈനിക നടപടി തുടരുന്നതായി ജമ്മുകശ്മീർ DGP അറിയിച്ചു. ഹിൻജിൻ രാജ്പോര ഗ്രാമത്തിൽ ഭീകരരുടെ സാന്നിധ്യമുള്ളതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് തെരച്ചിൽ നടത്തുന്നതിനിടെയാണ് സംയുക്ത സേനയ്ക്ക് നേരെ ആക്രമണമുണ്ടായത്. വെള്ളിയാഴ്ച രാത്രി മുതൽ ഇവിടെ തിരച്ചിൽ നടത്തി വരികയായിരുന്നു. ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ ഒരു സൈനികൻ വീരമൃത്യു വരിച്ചു. സൈന്യത്തിന്റെ പ്രത്യാക്രമണത്തിൽ ഒരു ഭീകരൻ കൊല്ലപ്പെട്ടു. ശേഷിച്ച ഭീകരരെ പിടികൂടാൻ മേഖല ഇപ്പോൾ സൈന്യം വളഞ്ഞിരിക്കുകയാണ്. സംയുക്ത സേനാ നടപടി പുരോഗമിക്കുകയാണെന്ന് ജമ്മുകശ്മീർ DGP അറിയിച്ചു. അതിനിടെ ജമ്മുകശ്മീരിൽ ഇന്ന് വീണ്ടും ഡ്രോൺ സാന്നിധ്യം കണ്ടെത്തി. അന്താരാഷ്ട്ര അതിർത്തിക്ക് സമീപമാണ് ഡ്രോണിന്റെ സാന്നിധ്യം കണ്ടെത്തിയത്. BSF ജവാന്മാർ ഡ്രോണിനെ വെടിവെച്ചിട്ടു. നിരീക്ഷണത്തിനായി പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന ഡ്രോണാണ് അതിർത്തിയിൽ കണ്ടതെന്ന് BSF വൃത്തങ്ങൾ അറിയിച്ചു. ജമ്മു വ്യോമതാവളത്തിലുണ്ടായ ഇരട്ട ആക്രമണങ്ങളെ തുടർന്ന് പ്രദേശത്ത് സുരക്ഷ കർശനമാക്കിയിരിക്കുകയാണ്. 24 ഡൽഹി. പാകിസ്ഥാനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഓഫീസിൽ ഡ്രോൺ നിരീക്ഷണം. ഞായറാഴ്ചയാണ് ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയത്തെ ഡ്രോൺ നിരീക്ഷിച്ചത്. ഇന്ത്യ പാകിസ്ഥാനെ ഇക്കാര്യത്തിൽ പ്രതിഷേധം അറിയിച്ചിരിക്കുകയാണ്. ഡൽഹിയിൽ നിന്ന് R. രാധാകൃഷ്ണൻ നൽകും കൂടുതൽ വിവരങ്ങൾ. R. രാധാകൃഷ്ണൻ, ഡ്രോണുകൾക്കെതിരെ നടപടി കടുപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതിന് പിന്നാലെയാണ് ഈ ഒരു വിവരം കൂടി പുറത്തുവരുന്നത്. ഇത് ശക്തമായ ഒരു താക്കീത് കൊടുക്കുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ പ്രതിഷേധം അറിയിക്കുന്ന തരത്തിലേക്ക് തന്നെ ഇന്ത്യ നീങ്ങാനുള്ള സാധ്യതയല്ലേ ഉള്ളത്? തീർച്ചയായിട്ടുമാണ്. കാരണം നയതന്ത്ര തലത്തിൽ പാലിക്കാത്ത മര്യാദകളുടെ ഒരു പട്ടികയിലേക്ക് പാകിസ്ഥാന്റെ ഈ പ്രവൃത്തി ഇതിനകം തന്നെ എത്തിയിട്ടുണ്ട്. സാധാരണഗതിയിൽ ഈ നയതന്ത്ര മേഖലകളായി കണക്കാക്കപ്പെടുന്നതാണ് നമ്മുടെ സ്ഥാനപതി കാര്യാലയങ്ങൾ. അവിടെ ഏതെങ്കിലും വിധത്തിലുള്ള പരിശോധനകളോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള നിരീക്ഷണമോ ഒക്കെ നടത്താൻ പോലുമുള്ള അധികാരം ആ രാജ്യത്തിന് ഇല്ല. ഇതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഇസ്ലാമാബാദിലെ നമ്മുടെ സ്ഥാനപതി കാര്യാലയത്തിലാണ് ഇപ്പോൾ ഈ വിധത്തിലുള്ള ഡ്രോൺ നിരീക്ഷണം ഉണ്ടായിരിക്കുന്നത്. ഞായറാഴ്ചയാണ് ഡ്രോൺ ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയത്തെ നിരീക്ഷിച്ചത്. അവിടുത്തെ റെസിഡൻഷ്യൽ കോംപ്ലക്സിലാണ് ഈ ഡ്രോണുകൾ എത്തിയത് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിൽ എംബസി ഉടൻ തന്നെ ഔദ്യോഗികമായിട്ട് തന്നെ ഇക്കാര്യത്തിലുള്ള കടുത്ത പ്രതിഷേധം പാകിസ്ഥാനെ അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇക്കാര്യത്തിൽ അറിയിച്ചത്. ഇങ്ങനെയുള്ള നടപടികൾ അത് നയതന്ത്ര തലത്തിൽ ഉള്ള രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് പോലും വലിയ ഭംഗമുണ്ടാകും എന്നതൊക്കെയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള നിലപാട്. ഏതായാലും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഈ വിഷയം ഉയർത്താനുള്ള തീരുമാനമാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നത്. സുജയ, വ്യക്തമാണ്. R. രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും കഴിഞ്ഞ 2 വർഷക്കാലമായി അതിർത്തി കടന്ന് ലഹരി മരുന്നുകളുമായും ആയുധങ്ങളുമായും ഒക്കെ പാകിസ്ഥാൻ അയക്കുന്ന ഡ്രോണുകൾ എത്തുന്നുണ്ടായിരുന്നു. ജമ്മുകശ്മീരിലേക്കും ഒപ്പം പഞ്ചാബിലേക്കും ഒക്കെ. അതിൽ വലിയ രീതിയിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നെങ്കിലും ഇപ്പോൾ ആക്രമണ സ്വഭാവത്തിലേക്ക് ഈ കാര്യങ്ങൾ നീങ്ങുന്നു. ഒപ്പം നിരീക്ഷണം ശക്തമാക്കുന്നു പാകിസ്ഥാൻ. അതുകൊണ്ട് തന്നെ ഒരു പ്രതിരോധത്തിലൂന്നിയുള്ള പ്രത്യാക്രമണത്തിലേക്കോ നടപടിയിലേക്കോ കേന്ദ്ര സർക്കാർ കടക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇതിന്റെ തുടർ വാർത്തകൾ വരും മണിക്കൂറുകളിൽ പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കും. രാമനാട്ടുകര സ്വർണ്ണക്കവർച്ച കേസിൽ അറസ്റ്റിലായ ഷിഹാബിനും ഫിജാസിനുമെതിരെ തട്ടിക്കൊണ്ടുപോകലിനും കവർച്ചയ്ക്കും മറ്റൊരു കേസ് കൂടി കരിപ്പൂർ പോലീസ് രജിസ്റ്റർ ചെയ്തു. രാമനാട്ടുകര അപകടവുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കവർച്ച നടത്താൻ ആസൂത്രണം ചെയ്ത ദിവസം തന്നെ മറ്റൊരു തട്ടിക്കൊണ്ടുപോകലും കവർച്ചയും നടത്തിയതായി കണ്ടെത്തി. കൊടുവള്ളി സംഘത്തിന്റെ തലവൻ സുഫിയാന്റെ നിർദ്ദേശപ്രകാരമാണ് ഷിഹാബും ഫിജാസും മറ്റ് 2 പേരുമടങ്ങുന്ന 4 അംഗ സംഘം ഒരു സ്വർണ്ണക്കടത്ത് കാരിയറെ തട്ടിക്കൊണ്ടുപോയത്. കൊടുവള്ളി സംഘത്തിനു വേണ്ടി സ്വർണം കടത്തുന്ന ഈ കാരിയർ കവർച്ചക്കാർക്ക് കടത്ത് രഹസ്യങ്ങൾ ചോർത്തിക്കൊടുക്കുന്നെന്ന് ആരോപിച്ചാണ് കാരിയറെ തട്ടിക്കൊണ്ടുപോയത്. കരിപ്പൂർ പോലീസ് ഈ സംഭവത്തിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ 2 പേരെ കൂടി പിടികൂടാനുണ്ട്. രാമനാട്ടുകര അപകടം നടന്ന ദിവസം അർജുൻ ആയിങ്കിയെ ലക്ഷ്യം വെച്ചാണ് കൊടുവള്ളി സംഘം എത്തിയത്. അതേ ദിവസം തന്നെ മറ്റ് ഓപ്പറേഷനുകളും കൊടുവള്ളി സംഘം നടത്തിയെന്നത് കവർച്ചാ സംഘത്തിന് പിന്നിലെ വൻ മാഫിയയിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഈ മാഫിയയെ പൂട്ടാനാണ് അന്വേഷണ സംഘം വിപുലീകരിച്ചത്. കൊണ്ടോട്ടി ഡിവൈഎസ്പി K. അഷ്റഫിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ കോഴിക്കോട് ടൗൺ, താമരശ്ശേരി സബ് ഡിവിഷൻ ക്രൈം സ്ക്വാഡുകൾ കൂടി ഉൾപ്പെടുത്തിയിരുന്നു. 24 കോഴിക്കോട്. അർജുൻ ആയങ്കി കുഴൽപ്പണവേട്ട നടത്തിയിട്ടുണ്ടോ എന്ന പരിശോധനയിലേക്ക് കസ്റ്റംസ് കടക്കുകയാണ്. സ്വർണ്ണക്കടത്തിന്റെ വിശദമായ റിപ്പോർട്ട് കസ്റ്റംസ് ബോർഡ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അർജുൻ ആയങ്കിയെ ഇന്ന് കണ്ണൂരിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. കരിപ്പൂർ സ്വർണ്ണക്കടത്തിന് പുറമെ അർജുൻ ആയങ്കിയുടെ മറ്റിടപാടുകളും കസ്റ്റംസ് പരിശോധിക്കുകയാണ്. ഡിവൈഎഫ്ഐ മുൻ നേതാവ് C. സജേഷ്, സ്വർണ്ണക്കവർച്ച സംഘത്തലവൻ സൂഫിയാൻ എന്നിവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കസ്റ്റംസിന്റെ പുതിയ നീക്കം. എന്നാൽ സ്വർണ്ണക്കടത്ത് നടത്തിയിട്ടില്ലെന്നും
കവർച്ചയാണ് നടത്തിയതെന്നുമുള്ള മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് അർജുൻ. സ്വർണ്ണക്കള്ളക്കടത്തിനെ കുറിച്ച് തനിക്കൊന്നും അറിയില്ലെന്നാണ് അർജുന്റെ മറുപടി. ഇതിനിടെ സ്വർണ്ണക്കള്ളക്കടത്തിനെ കുറിച്ച് കസ്റ്റംസ് ബോർഡ് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. കൊച്ചി, തിരുവനന്തപുരം, കരിപ്പൂർ വിമാനത്താവളങ്ങളിലെ സ്വർണ്ണക്കള്ളക്കടത്തിനെ കുറിച്ചാണ് റിപ്പോർട്ട് തേടിയത്. കടത്തിന് പിന്നിലെ രാഷ്ട്രീയ ബന്ധങ്ങളും കസ്റ്റംസ് ബോർഡ് റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അതേസമയം ഇന്ന് അർജുനെ കണ്ണൂരിലെത്തിച്ച് തെളിവെടുക്കും. സഹിൻ ആന്റണി, 24 കൊച്ചി. കുറ്റ്യാടി MLA KP കുഞ്ഞമ്മദ്കുട്ടിക്കെതിരെ CPIM നടപടി. ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് ജില്ലാ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്താനാണ് തീരുമാനം. കുറ്റ്യാടി സീറ്റ് ഘടകകക്ഷിക്ക് വിട്ടു നൽകിയതിനെതിരെ നടന്ന പ്രതിഷേധവുമായി ബന്ധപ്പെട്ടാണ് ഈ നടപടി. തീരുമാനത്തിനെതിരെ കുഞ്ഞമ്മദ്കുട്ടി അപ്പീൽ നൽകി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറ്റ്യാടി സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് നൽകിയതിനെതിരെ CPIMൽ പരസ്യ പ്രതിഷേധമുണ്ടായ സംഭവത്തിലാണ് KP കുഞ്ഞമ്മദ്കുട്ടിക്കെതിരെ നടപടിയുണ്ടായത്. കുഞ്ഞമ്മദ്കുട്ടിയുടെ സ്ഥാനാർത്ഥി മോഹമാണ് പ്രശ്നങ്ങൾക്കിടയാക്കിയതെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ AK ബാലനും എളമരം കരീമും പങ്കെടുത്ത ജില്ലാ സെക്രട്ടറി യോഗമാണ് കുഞ്ഞമ്മദ്കുട്ടിയെ ജില്ലാ കമ്മിറ്റിയിലേക്ക് തരംതാഴ്ത്താൻ തീരുമാനിച്ചത്. സംസ്ഥാന കമ്മിറ്റി അന്തിമ തീരുമാനമെടുക്കും. മുന്നണി തീരുമാനപ്രകാരം കുറ്റ്യാടി സീറ്റ് CPIM കേരള കോൺഗ്രസ് എമ്മിന് വിട്ടുനൽകുകയായിരുന്നു. മുഹമ്മദ് ഇഖ്ബാലിനെ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തു. ഇതിനെതിരെ CPIM പ്രാദേശിക നേതാക്കളിൽ ചിലരും അംഗങ്ങളും നൂറുകണക്കിന് പ്രവർത്തകരും തെരുവിലിറങ്ങി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KP കുഞ്ഞമ്മദ്കുട്ടിയെ സ്ഥാനാർത്ഥിയാക്കണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം. പ്രതിഷേധം ശക്തമായതോടെ CPIM തീരുമാനം മാറ്റി. കുഞ്ഞമ്മദ്കുട്ടി തന്നെ സ്ഥാനാർത്ഥിയാകുകയും ജയിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് പാർട്ടി നടപടി. 24 കോഴിക്കോട്. മദ്രാസ് IITയിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ മൃതദേഹം മലയാളിയായ പ്രോജക്ട് കോർഡിനേറ്റർ ഉണ്ണികൃഷ്ണൻ നായരുടേതെന്ന് സ്ഥിരീകരിച്ചു. ഇദ്ദേഹത്തിന്റെ മുറിയിൽ നിന്ന് 11 പേജുള്ള ആത്മഹത്യാക്കുറിപ്പും കണ്ടെടുത്തതായി പോലീസ് അറിയിച്ചു. അതേസമയം ജാതി വിവേചനം ആരോപിച്ച് മലയാളി അസിസ്റ്റന്റ് പ്രൊഫസർ ചെന്നൈ IITയിൽ നിന്ന് രാജിവെച്ചു. മദ്രാസ് IIT ക്യാമ്പസിലെ ഹോക്കി ഗ്രൗണ്ടിന് സമീപത്തു നിന്നും പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തിയ മൃതദേഹം എറണാകുളം സ്വദേശി ഉണ്ണികൃഷ്ണൻ നായരുടേതാണെന്ന് സ്ഥിരീകരിച്ചു. ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ പ്രൊജക്ട് കോർഡിനേറ്ററാണ് ഉണ്ണികൃഷ്ണൻ നായർ. മൃതദേഹത്തിന്റെ സമീപത്തു നിന്നും ID കാർഡും മൊബൈൽ ഫോണും പെട്രോൾ കൊണ്ടുവന്നതെന്ന് സംശയിക്കുന്ന കുപ്പിയും പോലീസ് കണ്ടെടുത്തു. 11 പേജുള്ള ആത്മഹത്യാക്കുറിപ്പ് ഇയാളുടെ മുറിയിൽ നിന്നും കണ്ടെത്തിയതായി കോട്ടൂർപുരം പോലീസ് അറിയിച്ചു. മാനസിക സമ്മർദ്ദമാണ് ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിച്ചതെന്ന് കുറിപ്പിൽ പറയുന്നു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി റോയ്പേട്ട ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത അന്വേഷണം ആരംഭിച്ചു. സംഭവം ദൗർഭാഗ്യകരമെന്നും അന്വേഷണവുമായി സഹകരിക്കുമെന്നും മദ്രാസ് IIT പ്രതികരിച്ചു. അതേസമയം മദ്രാസ് IITയിൽ നിന്നും രാജിവെച്ച അസിസ്റ്റന്റ് പ്രൊഫസർ കണ്ണൂർ സ്വദേശി വിപിൻ പുതിയടത്ത് വീട്ടിൽ ക്യാമ്പസിൽ ജാതി വിവേചനം നേരിടേണ്ടി വന്നു എന്നാരോപിച്ച് സഹപ്രവർത്തകർക്ക് ഇമെയിൽ അയച്ചു. SC OBC വിഭാഗത്തിൽ നിന്നുള്ള അധ്യാപകർ ക്യാമ്പസിൽ നേരിടേണ്ടി വരുന്ന വിവേചനത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സമിതി രൂപീകരിക്കണം എന്നത് ഉൾപ്പെടെ ആവശ്യപ്പെട്ടാണ് കത്ത്. എന്നാൽ ഇമെയിലിന്റെ കാര്യത്തിൽ പ്രതികരിക്കാനില്ലെന്ന് മദ്രാസ് IIT അധികൃതർ വ്യക്തമാക്കി. 24 ഡൽഹി. ട്രാവൻകൂർ ഷുഗേഴ്സിൽ മുൻപും സ്പിരിറ്റ് തട്ടിപ്പ് നടന്നെന്ന് അറസ്റ്റിലായ ടാങ്കർ ഡ്രൈവർമാരുടെ മൊഴി. ജീവനക്കാരനായ അരുൺകുമാറിന് 4 തവണയായി 25 ലക്ഷം രൂപ കൈമാറിയെന്നാണ് ചോദ്യം ചെയ്യലിൽ ഡ്രൈവർമാർ സമ്മതിച്ചത്. അതിനിടെ ജനറൽ മാനേജർ ഉൾപ്പെടെ പ്രതിപട്ടികയിലുള്ള മറ്റു ജീവനക്കാർ മുൻകൂർ ജാമ്യത്തിന് ശ്രമം തുടങ്ങി. ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസിലേക്കുള്ള 20,000 ലിറ്റർ സ്പിരിറ്റ് മറച്ചുവിറ്റതിന് അറസ്റ്റിലായ ടാങ്കർ ഡ്രൈവർമാരെ ചോദ്യം ചെയ്തപ്പോഴാണ് തട്ടിപ്പിന്റെ പഴയ കഥകൾ പുറത്തുവന്നത്. കഴിഞ്ഞ ഡിസംബർ മുതൽ ജൂൺ 30 വരെ 36 ലക്ഷം ലിറ്റർ സ്പിരിറ്റ് എത്തിക്കാനുള്ള കരാറായിരുന്നു അസോസിയേറ്റ് ട്രാൻസ്പോർട്ടിനുണ്ടായിരുന്നത്. ഇതിനിടെ 4 തവണയായി അറസ്റ്റിലായ ജീവനക്കാരൻ അരുൺകുമാറിന് 25 ലക്ഷം രൂപ കൈമാറിയെന്നാണ് ഡ്രൈവർമാരുടെ മൊഴി. ടാങ്കർ ഡ്രൈവർമാരായ നന്ദകുമാറും സിജു തോമസും ജീവനക്കാരൻ അരുൺകുമാറും റിമാൻഡിലാണ്. അരുൺകുമാറിന് ഒറ്റയ്ക്ക് ഇത്ര വലിയ സ്പിരിറ്റ് വെട്ടിപ്പ് നടത്താൻ സാധിക്കില്ലെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. പ്രതിപട്ടികയിലുള്ള ജനറൽ മാനേജർ അലക്സ് P. അബ്രഹാം, പേഴ്സണൽ മാനേജർ ഷഹീം, പ്രൊഡക്ഷൻ മാനേജർ മേഘ മുരളി എന്നിവർ ഒളിവിൽ പോയി. ഇവർ മുൻകൂർ ജാമ്യത്തിനുള്ള ശ്രമവും നടത്തുന്നുണ്ട്. റിമാൻഡിലുള്ള പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമായിരിക്കും മറ്റു ജീവനക്കാരെ ചോദ്യം ചെയ്യുക. പ്രതികൾക്കെതിരെ അബ്കാരി ആക്ട്, ഗൂഢാലോചന, വഞ്ചനാക്കുറ്റം എന്നീ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. 24 പത്തനംതിട്ട. കോഴിക്കോട് നഗരത്തിലെ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് വഴി പോയ വിദേശ കോളുകൾ IB പരിശോധിക്കുകയാണ്. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ടെലിഫോൺ എക്സ്ചേഞ്ച് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നാണ് IBയും പോലീസും അന്വേഷിക്കുന്നത്. കോഴിക്കോട് 8 IB നടത്തിയ പരിശോധനയിൽ കുളത്തറ ശാരദാമന്ദിരം സ്വദേശി ജുറൈസിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. നഗരത്തിൽ ചിന്താവളപ്പ് റോഡിൽ
ഇരുനില കെട്ടിടത്തിലെ ഒരു മുറിയിൽ ജുറൈസ് നടത്തിയ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചിൽ കൈകാര്യം ചെയ്ത വിദേശ കോളുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. സാധാരണ ഇത്തരം അനധികൃത ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ വഴി വിദേശത്തേക്കും തിരിച്ചും കുറഞ്ഞ നിരക്കിൽ നമ്പറും മേൽവിലാസവും വെളിപ്പെടുത്താതെ കോൾ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഇതിനായി വിദേശ കോളുകൾ ഇന്റർനെറ്റ് വഴി സ്വീകരിച്ച് ലോക്കൽ കോളുകളാക്കി മാറ്റുന്ന ചൈനീസ് ഉപകരണം കോഴിക്കോട് നിന്ന് പിടിച്ചെടുത്തിരുന്നു. കുറഞ്ഞ നിരക്കിൽ കോൾ ചെയ്യാനല്ലാതെ കോൾ വിവരങ്ങൾ മറച്ചുവെച്ച് അനധികൃത പ്രവർത്തനങ്ങൾ നടത്താൻ ഈ സംവിധാനം ഉപയോഗപ്പെടുത്തിയതായി IB സംശയിക്കുന്നു. 2019 മുതൽ ഇത്തരം പ്രവർത്തനങ്ങൾ IB നിരീക്ഷിക്കുന്നുണ്ട്. അറസ്റ്റിലായ ജുറൈസിനെ വിശദമായി ചോദ്യം ചെയ്യും. സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചിന്റെ പ്രവർത്തനം തീവ്രവാദ സംഘങ്ങളെ സഹായിക്കാനാണോ എന്നും സംശയമുണ്ട്. VS രഞ്ജിത്ത്, 24, കോഴിക്കോട്. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് തിരുവനന്തപുരത്ത് ലൈറ്റ്സ് ആൻഡ് സൗണ്ട്സ് കടയുടമ ഇന്ന് ആത്മഹത്യ ചെയ്തു. മുറിഞ്ഞപാലം സ്വദേശി നിർമ്മൽ ചന്ദ്രനാണ് ആത്മഹത്യ ചെയ്തത്. ലോക്ഡൌൺ മൂലമുണ്ടായ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് ആത്മഹത്യയ്ക്ക് പിന്നിലെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഗൗരീശപട്ടത്ത് മായ സൗണ്ട്സ് എന്ന സ്ഥാപനം നടത്തിയിരുന്ന 54-കാരനായ നിർമ്മൽ ചന്ദ്രനാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മൂലം ആത്മഹത്യ ചെയ്തത്. കോവിഡ് മൂലം ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖല അടച്ചിട്ടതോടെ ഇയാൾ കോഴി വിൽപ്പന ആരംഭിച്ചിരുന്നു. എന്നാൽ കച്ചവടമില്ലാത്തതിനാൽ ഇതും നഷ്ടത്തിലായി. 10 ലക്ഷത്തിലധികം രൂപയുടെ കടം ഉണ്ടായിരുന്നതായും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ സഹായവും ലഭിച്ചില്ലെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു. ബാധ്യത 10 ലക്ഷം രൂപയോളം ബാധ്യതയിലാണ്. നമ്മൾ ഈ ഒരു മേഖലയിൽ നിന്ന് സർക്കാരിൽ നിന്ന് നമുക്ക് ഇതുവരെ യാതൊരുവിധ ആനുകൂല്യവും ഉണ്ടായിട്ടില്ല. 2 വർഷമായി ലക്ഷക്കണക്കുകൾ മുടക്കിയിട്ടൊക്കെയാണ്. ലോക്ഡൌൺ കാലത്ത് ഒരു സഹായവും കിട്ടാത്ത മേഖലയുടെ രക്തസാക്ഷിയാണ് നിർമ്മലെന്നും ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയ്ക്ക് സർക്കാർ അടിയന്തര സഹായം ലഭ്യമാക്കണമെന്നും ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു. മരണക്കണിയിലാണ് ഇപ്പോൾ മൈക്ക് സെറ്റ് ഉടമകളും തൊഴിലാളികളെല്ലാം മൊത്തം ലക്ഷക്കണക്കിന് മുതലാളിമാരും ഓണർമാരും തൊഴിലാളികളെല്ലാം ഈ മേഖലയിലുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഈ സർക്കാർ എന്തെങ്കിലും നമുക്ക് വേണ്ടി ആനുകൂല്യങ്ങൾ തരണം. ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഇതേ കണക്കുള്ള മരണക്കണിയിലേക്ക് നമ്മൾ പോവേണ്ടി വരും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയ മൃതദേഹം കോവിഡ് പരിശോധനയ്ക്കും പോസ്റ്റ്മോർട്ടം നടപടികൾക്കും ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. സർക്കാരിനോടുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇടപെടലുണ്ടാകും വരെ നിർമ്മലിന്റെ മൃതദേഹവുമായി റോഡ് ഉപരോധിക്കാനാണ് ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷന്റെ തീരുമാനം. 24 തിരുവനന്തപുരം. ആലുവ ആലങ്ങാട്ട് ഗർഭിണിയെ മർദ്ദിച്ച കേസിലെ പ്രതികൾ ഒളിവിൽ പോയെന്ന് പോലീസ്. ടവർ ലൊക്കേഷൻ അടക്കം പരിശോധിച്ചു വരികയാണെന്നാണ് CI മൃദുൽകുമാർ പറഞ്ഞത്. അതിനിടെ പോലീസിനെതിരെ രൂക്ഷ വിമർശനവുമായി ആലുവ MLA അൻവർ സാദത്ത് രംഗത്തെത്തി. ആലുവ ആലങ്ങാട് ഗർഭിണിയായ യുവതിക്കും പിതാവിനും ക്രൂരമർദ്ദനമേറ്റ കേസിലെ പ്രതികളായ ഭർത്താവ് ജൌഹർ, അമ്മ സുബൈദ, 2 സഹോദരിമാർ, ഭർത്തൃപിതാവ് എന്നിവരാണ് ഒളിവിൽ പോയത്. ഗാർഹിക പീഡനം, മർദ്ദനം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തതിന് തൊട്ടു പിന്നാലെ പ്രതികൾ ഒളിവിൽ പോകുകയായിരുന്നു. പ്രതികളെ ഉടൻ പിടികൂടുമെന്നും ടവർ ലൊക്കേഷൻ അടക്കം പരിശോധിക്കുകയാണെന്നും ആലങ്ങാട് CI മൃദുൽകുമാർ പറഞ്ഞു. അറസ്റ്റ് യുവമാരെ ഒളിവിലാണ് ഈ പയ്യനൊക്കെ. അപ്പൊ അവരുടെ മൊബൈൽ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല. അപ്പൊ അതിന്റെ ഡിലേ ഉണ്ട്. പ്രതികളെ പിടികൂടാൻ പോലീസ് ശ്രമിച്ചില്ലെന്നും പ്രതികൾക്ക് അനുകൂലമായ നിലപാടാണ് പോലീസ് സ്വീകരിച്ചതെന്നും തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങളുമായി ആലുവ MLA അൻവർ സാദത്ത് രംഗത്തെത്തി. പോലീസിന്റെ അനാസ്ഥ മൂലമാണ് ഈ പ്രതിക്ക് രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. അതിൽ ശക്തമായ പ്രതിഷേധമുണ്ട്. സ്ത്രീധനത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നായിരുന്നു യുവതിക്കും പിതാവിനും ക്രൂര മർദ്ദനമേൽക്കേണ്ടി വന്നത്. ഷഹിൻ ആന്റണി, 24, കൊച്ചി. പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 2 റിപ്പോർട്ടുകളിലേക്കാണ് ഇനി 24 വാർത്ത നിങ്ങളെ കൊണ്ടുപോകുന്നത്. ജീവൻ നിലനിർത്താനായി നമ്മുടെയൊക്കെ ഈ ലോകത്തിന്റെ തന്നെ കനിവ് കാത്തു കഴിയുന്ന 2 കുരുന്നുകളുണ്ട് നമ്മുടെ കേരളത്തിൽ. സ്പൈനൽ മസ്കുലാർ അട്രോഫി എന്ന അപൂർവമായ ജനിതക രോഗം ബാധിച്ചവർ. സോൾഗൻസിമ എന്ന ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ഓരോ ഡോസ് മരുന്ന് കിട്ടിയാൽ ഈ 2 പേരും ജീവിതത്തിലേക്ക് തിരിച്ചെത്തും. പക്ഷേ മുന്നിലുള്ള കടമ്പ ചെറുതല്ല. 1 ഡോസ് മരുന്നിന്റെ ഏകദേശ വില 18 കോടി രൂപയാണ്. സർക്കാർ സഹായത്തിനായി പെരിന്തൽമണ്ണയിലെ കുഞ്ഞിന്റെ അച്ഛൻ കോടതിയെ വരെ സമീപിച്ചെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല. സർക്കാരിന്റെയോ നമ്മുടെയോ സഹായം മാത്രമാണ് മലപ്പുറത്തെയും കണ്ണൂരിലെയും 6 മാസവും 1.5 വയസ്സും വീതം പ്രായമുള്ള ആ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കാനുള്ള ഇന്ധനം പകരുക. കനിവ് കാത്ത് അവർ കാത്തിരിക്കുകയാണ്.
അപൂർവ രോഗം ബാധിച്ച 6 മാസം പ്രായമുള്ള കുട്ടിക്ക് ചികിത്സ ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കുട്ടിയുടെ അച്ഛൻ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ സർക്കാർ സത്യവാങ്മൂലം സമർപ്പിക്കുന്നില്ല എന്നാണ് പരാതി. ജൂൺ 28-നകം എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ചിരുന്നെങ്കിലും സർക്കാർ ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് കുഞ്ഞിന്റെ അച്ഛൻ ആരിഫ് 24-നോട് പറഞ്ഞു. സ്പൈനൽ മസ്കുലർ അട്രോഫി എന്ന രോഗം ബാധിച്ച ആരിഫിന്റെ കുഞ്ഞിന് മരുന്നിന് വേണ്ടത് 16 കോടിയിലധികം രൂപയാണ്. മരുന്ന് വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്യാനും ആവശ്യമായ ചികിത്സ നൽകാനും സർക്കാരിനോട് നിർദ്ദേശിക്കണമെന്നായിരുന്നു ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലെ ആവശ്യം. ആരോഗ്യമന്ത്രിയെ വിവരം അറിയിച്ചെങ്കിലും അനുകൂല നടപടി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് പെരിന്തൽമണ്ണ സ്വദേശി ആരിഫ് കോടതിയെ സമീപിച്ചത്. വിഷയം ഗൗരവമെന്നും ജൂൺ 28-നകം വിശദമായ എതിർ സത്യവാങ്മൂലം നൽകണമെന്നും ഹൈക്കോടതി സർക്കാരിന് നിർദ്ദേശം നൽകി. എന്നാൽ സർക്കാർ കോടതി നിർദ്ദേശം പരിഗണിച്ചില്ല. കോടതിയിലെത്തിയിട്ട് കേസ് എത്തിയിട്ട് 4 മാസമായി. മാർച്ചിൽ കൊടുത്താണ്. ഇതുവരെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. ഗവൺമെന്റ് സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടില്ല. 3 മാസത്തോളമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ വെന്റിലേറ്ററിലാണ് ആരിഫിന്റെ കുഞ്ഞ്. പലതവണ വൈറസ് ബാധിക്കുകയും ചെയ്തു. ചികിത്സ ഇനിയും വൈകിയാൽ സ്ഥിതി കൂടുതൽ വഷളാകും. 16 കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആർക്കും സഹായിക്കാനും പറ്റില്ല. നമ്മുടെ അടുത്ത് ഇപ്പോൾ അത്രയും എമൗണ്ട് ഉണ്ടാക്കാൻ നമ്മളെ കൊണ്ട് കഴിയും. അപ്പോൾ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയും വലിയ എമൗണ്ടാണ്. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നടക്കുന്നുള്ളതാണ് തോന്നുന്നത്. കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനായി ഉദാരമനസ്കരുടെ സഹായത്തോടെ ചികിത്സയ്ക്ക് ആവശ്യമായ പണം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ആരിഫ്. 24 മലപ്പുറം. അപൂർവ ജനിതക രോഗമാണ് സ്പൈനൽ മസ്കുലർ അട്രോഫി. ഈ രോഗം ബാധിച്ച 1.5 വയസ്സുകാരനും നമ്മുടെയൊക്കെ സഹായം കാത്തിരിക്കുകയാണ്. കണ്ണൂർ മാട്ടൂൽ കപ്പാലം സ്വദേശി മുഹമ്മദിനാണ് സുമനസ്സുകളുടെ സഹായം വേണ്ടത്. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള 1 ഡോസ് മരുന്നിനുള്ള വില ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, 18 കോടി രൂപയാണ്. ഈ ചിരി മങ്ങാതിരിക്കണം. അതിനോരോരുത്തരുടെയും സഹായം വേണം. അല്ലായെങ്കിൽ ഒരു പക്ഷേ 15 വയസ്സുകാരിയായ സഹോദരി അഫ്രയെ പോലെ മുഹമ്മദും ജീവിതകാലം അത്രയും വീൽചെയറിലാകും. 4 മാസം കഴിഞ്ഞാൽ മുഹമ്മദിന് 2 വയസ്സാകും. അതിനു മുൻപ് സോൾജൻസ്മേ എന്ന ലോകത്തിലെ വില കൂടിയ മരുന്ന് 1 ഡോസ് കുത്തിവെക്കണം. രോഗം തിരിച്ചറിയാൻ വൈകിയതോടെയാണ് അഫ്ര ഇങ്ങനെയായത്. ഇനി അവൾക്ക് മരുന്നു വേണ്ട, പകരം ഒരപേക്ഷയുണ്ട്. എല്ലാവരും സഹായിക്കണം. എന്നെപ്പോലെ എൻ്റെ അതിനാവാൻ പാടില്ല. എല്ലാവരും സഹായിക്കണം. SMA ടൈപ്പ് 3 ആണ് മുഹമ്മദിനെന്ന് ഡോക്ടർമാർ കണ്ടെത്തി. മരുന്നിന്റെ വിലയായ 18 കോടി എന്ന സംഖ്യ കുടുംബത്തിന് സ്വപ്നം കാണാനാകില്ല. വിദേശത്തെ AC ടെക്നീഷ്യനായിരുന്ന മുഹമ്മദിന്റെ പിതാവും കൈകൂപ്പുകയാണ്. പ്ലീസ് എല്ലാവരും എന്നെ സഹായിക്കണം, എല്ലാവരും എന്നെ ഏൽപ്പിക്കണം. ഈ 18 കോടി റേഞ്ചിലേക്ക് എന്നെ എത്തിക്കണം. എല്ലാവരും കൂടിച്ച് എൻ്റെ അമ്മാനിക്ക് ഒരു ഇൻജക്ഷൻ കിട്ടിയിട്ട് ഒരു പുതിയ ജീവിതത്തിലേക്ക് വരാനും വേണ്ടിക്ക് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. നിങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായം എൻ്റെ ഈ മക്കൾക്ക് വേണ്ടി പ്ലീസ് എല്ലാവരോടും ഞാൻ അപേക്ഷിക്കണം. ജനകീയ കമ്മിറ്റി രൂപീകരിച്ച ധനസമാഹരണത്തിന് ശ്രമം തുടരുകയാണ്. ഇത് ജെനുവിൻ കേസാണ്. ഇത് മാട്ടൂൽ ഗ്രാമപഞ്ചായത്തിലെ 14-ാം വാർഡിലുള്ള കുട്ടിയാണ്. എൻ്റെ പഞ്ചായത്തിലെ കുട്ടിയാണ്. ആ കുട്ടിക്ക് എല്ലാവരുടെയും ധനസഹായം വളരെ അത്യാവശ്യമാണ്. നിങ്ങൾ ഓരോരുത്തരും കൈകോർക്കുക. ഈ കുട്ടിക്ക് നമുക്ക് നല്ലൊരു ജീവിതം കൊടുക്കാൻ വേണ്ടി. കപ്പാലത്ത് വീട്ടിലേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് മുഹമ്മദിന്റെ കുടുംബം. 24 കണ്ണൂർ. വൈദ്യുതി ബോർഡിനെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കി സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ. ബോർഡിന്റെ കമ്മി 1331 കോടിയിൽ നിന്നും 1247.69 കോടി കമ്മീഷൻ വെട്ടിക്കുറച്ചു. ബോർഡ് വിവിധ ബാങ്കുകളിൽ നിന്നെടുത്ത വായ്പയുടെ പലിശ പോലും അംഗീകരിച്ചില്ല. CAG അംഗീകരിച്ച കണക്കാണ് റെഗുലേറ്ററി കമ്മീഷൻ തള്ളിയത്. വൈദ്യുതി ബോർഡിന്റെ 2017-18 കാലത്തെ ചെലവാണ് കമ്മീഷൻ വെട്ടിക്കുറച്ചത്. ബോർഡിന് യഥാർത്ഥത്തിൽ ചെലവായ തുകയിൽ നിന്നും 1247.69 കോടി രൂപ വെട്ടിക്കുറച്ചു. കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ബോർഡിന് 1331 കോടി രൂപ കമ്മി വരുമെന്ന് കണ്ടെത്തിയിരുന്നു. എന്നാൽ റെഗുലേറ്ററി കമ്മീഷൻ ഇത് പൂർണ്ണമായും നിരാകരിച്ചു. 84.13 കോടിയുടെ കമ്മി മാത്രമേ ബോർഡിനുണ്ടായിട്ടുള്ളൂ എന്നാണ് കമ്മീഷന്റെ നിലപാട്. വിവിധ ബാങ്കുകളിൽ നിന്നെടുത്ത വായ്പയുടെ പലിശ പോലും അനുവദിച്ചില്ല. ജീവനക്കാരുടെ ശമ്പളം, പെൻഷൻ, തേയ്മാന ചെലവുകൾ എന്നിവയിലും കുറവ് വരുത്തി. കമ്മി വെട്ടിക്കുറച്ചതോടെ ബോർഡ് വൻ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങും. ഇവിടെ ശമ്പളമോ പെൻഷനോ ലോണെടുത്ത തുകയ്ക്കുള്ള പലിശയോ ഒന്നും അനുവദിക്കാതിരുന്നാൽ ഈ സ്ഥാപനം കനത്ത നഷ്ടത്തിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ റെഗുലേറ്ററി കമ്മീഷൻ ഒരു പ്രായോഗിക സമീപനം സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. സ്വകാര്യവൽക്കരിക്കപ്പെടാതെ ഇത് പൊതുമേഖലയിൽ നിലനിൽക്കേണ്ടത് ഇവിടുത്തെ ജീവനക്കാരുടെ മാത്രമല്ല പൊതുജനങ്ങളുടെയും ആവശ്യമാണ്.
ഈ കമ്മി അംഗീകരിച്ചാൽ മാത്രമേ ബോർഡിന് തിരിച്ചുപിടിക്കാൻ കഴിയുകയുള്ളൂ. 2017-18 13,865.47 കോടിയാണ് ബോർഡിന്റെ ചെലവ്. എന്നാൽ 12,617.78 കോടി മാത്രമാണ് കമ്മീഷൻ അംഗീകരിച്ചത്. 2018-19 പ്രളയവും ഡാം തുറന്നുവിട്ടതും ബോർഡിന് വൻ നഷ്ടമുണ്ടാക്കി. 2 വർഷമായുള്ള കോവിഡും ബോർഡിന് വൻ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കി. വിവിധ ബാങ്കുകളിൽ നിന്നായി 6,000 കോടി രൂപയോളം ബോർഡ് വായ്പ എടുത്തിട്ടുണ്ട്. ഇടതു സർക്കാർ നിയോഗിച്ച റെഗുലേറ്ററി കമ്മീഷൻ തന്നെയാണ് ഇടതു സർക്കാരിന്റെ കാലത്തെ കണക്കുകൾ നിരാകരിച്ചതെന്നാണ് ശ്രദ്ധേയം. വി.എ. ഗിരീഷ്, 24, തിരുവനന്തപുരം. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഭൂമി ഇടപാടിലുണ്ടായ നഷ്ടം നികത്താൻ സ്ഥലം വിൽക്കാമെന്ന വത്തിക്കാൻ ഉത്തരവ് നടപ്പാക്കുന്നത് താൽക്കാലികമായി നിർത്തിവെച്ചു. പൗരസ്ത്യ തിരുസംഘത്തിന്റെ ഉത്തരവിനെതിരെ വൈദികർ റിവ്യൂ ഹർജി നൽകിയതോടെ ഉടൻ നടപടി ഉണ്ടാകില്ലെന്ന് മെത്രാപ്പൊലീത്തൻ വികാരി ബിഷപ്പ് ആന്റണി കരിയിൽ. വത്തിക്കാൻ നടപടി കാനോൻ നിയമത്തിന് എതിരാണെന്ന് അതിരൂപത കാനോനിക സമിതികൾ റിവ്യൂ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. വിവാദ ഭൂമി ഇടപാടിലുണ്ടായ നഷ്ടം നികത്താൻ കോട്ടപ്പടിയിലെയും ദേവികുളത്തെയും സ്ഥലം വിൽക്കാമെന്ന പൗരസ്ത്യ തിരുസംഘത്തിന്റെ ഉത്തരവിനെതിരെയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കാനോനിക സമിതികൾ പുനഃപരിശോധനാ ഹർജി നൽകിയത്. അതിരൂപതയുടെ നഷ്ടം നികത്താനായി ഭൂമി വിൽക്കാൻ അനുവദിക്കരുതെന്ന് ആലോചനാ സമിതിയും ഫിനാൻസ് കൗൺസിലും സംയുക്തമായി നൽകിയ ഹർജിയിൽ ആവശ്യപ്പെടുന്നു. അതിരൂപതയ്ക്കുണ്ടായ നഷ്ടത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം കർദിനാൾ ജോർജ് ആലഞ്ചേരി ഏറ്റെടുക്കണം. കാനൻ നിയമത്തിലെ വകുപ്പുകൾ ദുരുപയോഗം ചെയ്താണ് ഉത്തരവെന്ന് വൈദികർ ചൂണ്ടിക്കാട്ടുന്നു. കാനോനിക സമിതികളെ മരവിപ്പിച്ചു നിർത്താൻ പൗരസ്ത്യ തിരുസംഘത്തിന് അനുമതിയില്ലെന്നും ഹർജിയിൽ പറയുന്നുണ്ട്. റിവ്യൂ ഹർജി നൽകിയതിന് പിന്നാലെ ഭൂമി വിൽക്കാനുള്ള നടപടികൾ താൽക്കാലികമായി നിർത്തിവെച്ചതായി മെത്രാപ്പൊലിത്തൻ വികാരി ബിഷപ്പ് ആന്റണി കരിയിൽ വൈദികരെ അറിയിച്ചു. എതിർപ്പുണ്ടായാലും വത്തിക്കാൻ നിർദ്ദേശം നടപ്പാക്കണമെന്ന് മാർ ആന്റണി കരിയിലിന് നേരത്തെ വത്തിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ അപ്പീൽ നൽകിയതോടെ ഇനി നടപടികളുമായി മുന്നോട്ടു പോകാൻ കഴിയില്ല. പൗരസ്ത്യ തിരുസംഘം റിവ്യൂ ഹർജി തള്ളിയാലും വത്തിക്കാനിലെ ഉന്നത വൈദിക കോടതിയായ അപ്പസ്തോലിക് സെനൂരിയെ സമീപിക്കാനും കാനോനിക സമിതിക്ക് അവസരമുണ്ട്. ടോം കുര്യാക്കോസ്, 24, കൊച്ചി. നെടുമ്പാശ്ശേരിയിൽ ലഹരിമരുന്ന് പിടികൂടിയ കേസിൽ അന്വേഷണം നൈജീരിയൻ സംഘത്തിലേക്ക്. ഗോവയിലെയും ദില്ലിയിലെയും നൈജീരിയൻ സംഘത്തിനാണ് ഹെറോയിൻ എത്തിച്ചതെന്ന പ്രാഥമിക നിഗമനത്തിലാണ് NCB. നൈജീരിയൻ സ്വദേശി നിക്കോളാസ് സാമുവൽ ഷാരോൺ ചിക്വാസയെ വിളിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. സിംബാബ്വെ പൗരത്വമുള്ള ഷാരോൺ ചിക്വാസ എന്ന യുവതി ലഹരിമരുന്ന് എത്തിച്ചത് നൈജീരിയൻ സംഘത്തിന് വേണ്ടിയാണെന്ന് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇതോടെ ഗോവയിലെയും ദില്ലിയിലെയും നൈജീരിയൻ ലഹരിമരുന്ന് മാഫിയ സംഘത്തെ കേന്ദ്രീകരിച്ച് അന്വേഷണം ശക്തമാക്കി. ഷാരോൺ ചിക്വാസയെ നിക്കോളാസ് സാമുവൽ എന്ന നൈജീരിയൻ പൗരൻ ഫോണിൽ വിളിച്ചിരുന്നതായും NCBക്ക് വ്യക്തമായി. NCB, കൊച്ചി, ബംഗളൂരു യൂണിറ്റുകളാണ് സംയുക്തമായി അന്വേഷണം നടത്തുന്നത്. പാകിസ്ഥാൻ പൗരനാണ് തന്റെ പക്കൽ ലഹരിമരുന്ന് ഏൽപ്പിച്ചതെന്ന് ഷാരോൺ ചിക്വാസ നേരത്തെ NCBക്ക് മൊഴി നൽകിയിരുന്നു. മാത്രമല്ല, ഇവരിൽ നിന്നും പിടിച്ചെടുത്തത് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ഹെറോയിനാണെന്ന് പരിശോധനയിൽ വ്യക്തമാകുകയും ചെയ്തിട്ടുണ്ട്. കടത്തുകാർക്ക് പിന്നിൽ തീവ്രവാദ സംഘങ്ങളുടെ ഇടപെടൽ സംശയിക്കുന്നത് കൊണ്ട് തന്നെ NIAയും പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു. 20 കോടി രൂപയുടെ ലഹരിമരുന്നാണ് ഷാരോണിൽ നിന്നും NIA പിടിച്ചെടുത്തത്. സഹിൻ ആന്റണി, 24, കൊച്ചി. തിരുവനന്തപുരം മൃഗശാലയിൽ രാജവെമ്പാലയുടെ കടിയേറ്റ് ജീവനക്കാരൻ മരിച്ച സംഭവത്തിൽ അനാസ്ഥയെന്ന പരാതി. മൃഗങ്ങളെ പരിചരിക്കാൻ 2 പേരെങ്കിലും ഉണ്ടാകണമെന്നാണ് മ്യൂസിയം പ്രോട്ടോകോൾ. കോവിഡ് പശ്ചാത്തലത്തിൽ 50% താഴെ ജീവനക്കാർ മാത്രമേ മൃഗശാലയിൽ ഇപ്പോഴുള്ളൂ. തിരുവനന്തപുരം മൃഗശാലയിൽ രാജവെമ്പാലയുടെ കടിയേറ്റ് ജീവനക്കാരൻ മരിച്ച സംഭവത്തിൽ അനാസ്ഥയെന്ന് പരാതി. മൃഗങ്ങളെ പരിപാലിക്കാൻ 2 പേരെങ്കിലും ഉണ്ടാകണമെന്നാണ് മ്യൂസിയം പ്രോട്ടോകോൾ. കോവിഡ് പശ്ചാത്തലത്തിൽ 50% താഴെ ജീവനക്കാർ മാത്രമേ മൃഗശാലയിലുള്ളൂ. മൃഗശാലയിലെ മൃഗങ്ങളുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടമാകുന്ന 2ാമത്തെ മൃഗപരിപാലകനാണ് ഹർഷാദ്. 4 ജീവനക്കാരാണ് പാമ്പുകളെ പരിചരിക്കുന്ന ടീമിലുള്ളത്. ഇതിൽ ഹർഷാദ് മാത്രമാണ് സ്ഥിരം ജീവനക്കാരൻ. മൃഗങ്ങളെ പരിപാലിക്കാൻ പോകുമ്പോൾ കുറഞ്ഞത് 2 ജീവനക്കാരെങ്കിലും പോകണമെന്നാണ് മ്യൂസിയം പ്രോട്ടോകോൾ. ഒറ്റയ്ക്ക് മൃഗങ്ങളെ പരിപാലിക്കാൻ ജീവനക്കാർ പോകാൻ പാടില്ല. എന്നാൽ കോവിഡ് പശ്ചാത്തലത്തിൽ 50% താഴെ ജീവനക്കാരാണ് നിലവിൽ മൃഗശാലയിലുള്ളത്. ഈ സാഹചര്യത്തിലാണ് ഹർഷദ് പാമ്പിൻ കൂട് വൃത്തിയാക്കാൻ ഒറ്റയ്ക്ക് പോയത്. പാമ്പ് കടിയേറ്റ് ബോധരഹിതനാകും മുമ്പ് കൂടിന്റെ വാതിൽ ഹർഷദ് ശക്തമായി അടച്ച് ശബ്ദമുണ്ടാക്കിയിരുന്നു. ഇത് കേട്ട് സമീപത്തെ മറ്റൊരു ജീവനക്കാരൻ ഓടിയെത്തി. ഉടൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 20 വർഷമായി മൃഗശാലയിലെ ജീവനക്കാരനാണ് ഹർഷദ്. ഇതിനു മുൻപ് ചീങ്കണ്ണിയുടെയും കുരങ്ങിന്റെയും ആക്രമണങ്ങൾക്കും ഇരയായിട്ടുണ്ട്. ഹർഷദിന്റെ കുടുംബത്തിന് എല്ലാ സഹായവും നൽകുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി അറിയിച്ചു. 24, തിരുവനന്തപുരം.
എന്തുകൊണ്ടാണ് ഈ സംഭവത്തിൽ കൂടുതൽ മാധ്യമ ശ്രദ്ധ വരുന്നത്? ഒരു അനാസ്ഥ ഉണ്ടായിട്ടുണ്ടോ ഹർഷദിന്റെ ജീവൻ നഷ്ടപ്പെട്ടതിൽ? നമുക്ക് നോക്കാം. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അപൂർവമായി മാത്രമാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അത് സ്ഥിരീകരിക്കുന്ന സ്ഥിതിവിവര കണക്കുകളാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. കേരളത്തിൽ രാജവെമ്പാലയുടെ കടിയേറ്റുള്ള ആദ്യത്തെ മരണമാണ് ഹർഷദിന്റേത്. അപൂർവമായ സംഭവമാണ് എന്ന് മേഖലയിലെ വിദഗ്ധരൊപ്പം പാമ്പുപിടുത്തക്കാർ ഒക്കെ പറയുന്നുണ്ട്. തിരുവനന്തപുരം മൃഗശാലയിൽ ഇപ്പോഴുള്ളത് 3 രാജവെമ്പാലകളാണ്. പരിചരിക്കാനുള്ളത് 4 ജീവനക്കാർ. മൃഗങ്ങളെ പരിചരിക്കാൻ 2 ജീവനക്കാർ പോകണം എന്നുള്ളതാണ് ഈ പ്രോട്ടോകോളിൽ പറയുന്നത്. പക്ഷേ ഈ സംഭവം ഉണ്ടായപ്പോൾ ഹർഷദ് ഒറ്റയ്ക്കായിരുന്നു പോയത്. കാരണം കോവിഡ് പ്രോട്ടോകോൾ മൂലം ആവശ്യത്തിന് ജീവനക്കാർ അവിടെ ഉണ്ടായിരുന്നില്ല. പകുതി ജീവനക്കാർ മാത്രമാണ് ഇപ്പോൾ മൃഗശാലയിലുള്ളത്. ഹർഷദാകട്ടെ മൃഗശാലയിലേക്ക് വന്ന് ഈ സേവനം തുടങ്ങിയിട്ട് 20 വർഷത്തോളം അടുക്കുകയാണ്. എന്നിട്ടും ഹർഷദിന് എന്തുകൊണ്ട് ഈ ഒരു കൂട് വൃത്തിയാക്കുന്നതിനിടയിൽ അശ്രദ്ധയുണ്ടായോ, എങ്ങനെയാണ് ഈ പാമ്പുകടി ഏറ്റത് തുടങ്ങിയ കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ ആന്റിവെനം സമയത്ത് കിട്ടാത്ത സാഹചര്യം ഉണ്ടായോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. കാരണം രാജവെമ്പാലയുടെ കടിയേൽക്കുന്ന സാഹചര്യങ്ങൾ വളരെ അപൂർവമായി മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. രാജവെമ്പാലയുടെ വിഷം ബാധിക്കുന്നത് നാഡീവ്യൂഹത്തെയാണ്. ഉടൻ കണ്ടെത്തിയിരുന്നെങ്കിൽ ഹർഷദിനെ രക്ഷിക്കാമായിരുന്നു എന്ന് ഒരു വിഭാഗം ആളുകൾ പറയുന്നുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ മന്ത്രി ജെ ചിഞ്ചുറാണിയുടെ പ്രതികരണമാണ് നമ്മൾ അടുത്ത മണിക്കൂറിൽ പ്രതീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന്. ഈ ഒരു റിപ്പോർട്ടോടെ ഇന്നത്തെ 24 വാർത്ത ഇവിടെ പൂർണ്ണമാവുകയാണ്.